ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019. ഞാൻ കുട്ടനാട് കായിപ്പുറം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജാൻസി എന്നാണ്. എൻ്റെ മോള് അസിൻ. ഞങ്ങൾക്ക് 39 വർഷമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വഴിയോ റോഡ് സൗകര്യമോ ഒന്നുമില്ലായിരുന്നു. മഴക്കാലം വന്നാൽ ഒത്തിരി ഞങ്ങൾക്ക് ചെളിയും വെള്ളവുമായിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു അവിടെ വഴി വരാൻ വേണ്ടി. പഞ്ചായത്ത് മെമ്പറിനെ പോയി കാണുകയും ഒത്തിരി അവിടെ എല്ലാവരും ആണെങ്കിൽ ആദ്യം വഴി കൊടുക്കാനൊക്കെ തടസ്സമായിരുന്നു. പിന്നീട് അവരെല്ലാവരും സഹകരിച്ച് ഞങ്ങൾ അവിടെ ഒരു തോടുള്ളത് കൊണ്ട് ഒത്തിരി പ്രയാസമായിരുന്നു അവിടെ വഴി വരാൻ വേണ്ടി. അതിനുശേഷം ഞങ്ങൾ അവിടെ ആ വഴിയിലാണെങ്കിലും നമ്മുടെ നേർച്ച വസ്തുവായ ഉപ്പിട്ടെന്നും പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. അതിനുശേഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തോടിൻ്റെ അവിടെ ഗ്രാവലിട്ട് നികത്തുകയും ഞങ്ങൾക്ക് ആ 39 വർഷമായി തടസ്സമായി കിടന്നിരുന്ന ആ റോഡ് ഞങ്ങൾക്ക് അവിടെ വരികയും ചെയ്തു. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ കൂടി ഞങ്ങൾക്ക് വാഹനം, അതും വലിയ വാഹനം വന്ന് കയറുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. രണ്ടാമതായി ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്, എൻ്റെ മോളുടെ നെഞ്ചിൻ്റെ 2 സൈഡിലുമായിട്ട് ചെറിയ തടിപ്പുകളുണ്ടായിരുന്നു. ഞങ്ങളത് വണ്ടാനത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. എങ്കിലും അവിടുത്തെ ഡോക്ടർ ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, സ്കാൻ ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞു ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യവും ഡോക്ടർ പ്രൊസീജിയർ സ്റ്റാർട്ടാക്കിയപ്പോൾ മോളാണെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരികയായിരുന്നു. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് സിറിഞ്ച് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ പേടിയായിരുന്നു. പിന്നീട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് കയറി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് വേറൊരു മേഡത്തിനെ കൊണ്ടുപോയി കാണിച്ചു. മേഡം അവിടെയും ഞങ്ങൾ ഇതുപോലെ സ്കാൻ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മോളെപ്പോഴും ലഞ്ച് ബോക്സ് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി ഉപ്പായ ഉപ്പുകൾ ലഞ്ച് ബോക്സിൽ ഇടുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഉടമ്പടി തൈലം അവളുടെ നെറ്റിയിൽ ഞാൻ പൂശിക്കൊടുക്കുമായിരുന്നു. അതിനുശേഷം അത് 3 മാസം കഴിഞ്ഞ് ഞാൻ പിന്നെ അബ്രോഡ് പോയി. അതിനുശേഷം ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും, അമ്മേ അവൾക്ക് അതുപോലെ ഞാൻ ചെയ്തതെന്നതുപോലെ തന്നെ ഫോളോ ചെയ്യണേ, ആ ഉപ്പ് അവളുടെ ലഞ്ച് ബോക്സിൽ ഇട്ട് കൊടുക്കണം, തൈലം പൂശി കൊടുക്കണം, വിശ്വാസ പ്രമാണം ചൊല്ലി. ഇതെല്ലാം അമ്മയും പാലിച്ചു പോന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ പരിപൂർണമായും ആ മോൾക്ക് സുഖപ്പെട്ടു. അവിടെ ആ മുഴ ഇപ്പം കാണാനേ ഇല്ല. പിന്നീട് എനിക്ക് പറയാൻ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് കരിയർ ഗ്യാപ്പ്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ആ ഡെലിവറിയുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കരിയർ ഗ്യാപ്പ് കാരണം എനിക്ക് ഹോസ്പിറ്റലിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ ടൈമിലാണ് കൊറോണ വന്നത്. ആ കൊറോണ ഡ്യൂട്ടിക്ക് നമ്മളെ ഗ്യാപ്പുകാരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്നെന്നുള്ള ഒരു ഇത് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഹൈദരാബാദ് ജോലിക്ക് പോയി. അവിടെ വെച്ചൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാനൊരു കുവൈറ്റിൽ ഒരു ഹോം കെയർ കമ്പനിയാണ്, അവിടെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി കയറി. അവിടെ ഞാനൊരു ഹോം സ്റ്റേ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അത് നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്താലേ അവിടെ നമുക്ക് സാലറി കട്ടാകാതെ തരത്തുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് വർക്ക് കിട്ടി. എൻ്റെ കൂടെ വരുന്ന ഫ്രണ്ട്സ് എല്ലാവർക്കും ജോലി ഇല്ലാതെ ഇരിക്കുമ്പോഴും പരിശുദ്ധ അമ്മ എന്നെ അവിടെ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് എന്നും ജോലിയും തന്ന് എനിക്ക് സാലറി കട്ടിങ് ഒന്നും കൂടാതെ എന്നെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. പിന്നീട് ഞാൻ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇടുമായിരുന്നു. അതിനെല്ലാം എനിക്ക് റിപ്ലൈ തരുമായിരുന്നു. എല്ലാത്തിനും ഞാൻ ചെയ്ത എല്ലാ റിക്വസ്റ്റിനും പരിശുദ്ധ അമ്മ എനിക്ക് അതിനുള്ള റിപ്ലൈ തരുമായിരുന്നു. പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് നൽകി. പിന്നെ കുവൈറ്റിലെ എനിക്കൊരു പ്രോമട്രി എക്സാം MOH ആയിരുന്നു, ആ ടൈമിൽ എഴുതണമായിരുന്നു. അപ്പോൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ആ എക്സാം എഴുതാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് അവിടെ കിടന്നാൽ പിന്നെ ഒരു പ്രോഗ്രസ് ഇല്ല. ഞാൻ ആ ഹോം കെയറിൽ തന്നെ എനിക്ക് അവിടെ നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി അവിടെ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു പേപ്പറിൽ എഴുതി വെക്കുമായിരുന്നു എൻ്റെ നിയോഗങ്ങൾ. ആ കൂട്ടത്തിൽ ഞാൻ ഈ കാര്യവും വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രോമട്രി എക്സാം എനിക്ക് അമ്മേ നീ ഡേറ്റ് വരുമ്പോൾ എനിക്ക് ക്യാൻസലാക്കി തരണേ.
2 പ്രാവശ്യവും എനിക്ക് ഡേറ്റ് എടുത്ത് തന്നു. എനിക്ക് ക്യാൻസലായി. പരിശുദ്ധ അമ്മ അതും സാലറി കട്ടിങ് ആയിരുന്നു. നമ്മൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ ഈ FBയിൽ കാണുന്ന ഈ കാണുന്നവരെയെല്ലാം ക്യാൻസർ രോഗികൾ അങ്ങനെയുള്ളവരെയൊക്കെ സാമ്പത്തികമായി അവരെ സഹായിച്ചിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡും കുട്ടികളാണെങ്കിൽ തന്നെ ആരുമില്ലാത്ത ഒരു അമ്മച്ചിയുണ്ട്, അവരെ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു. പിന്നെ യൂട്യൂബിലെ അച്ഛൻ്റെ ധ്യാനം അത് ഞാൻ ചൊവ്വാഴ്ച എല്ലാ ആഴ്ചയിലും എനിക്ക് കൂടാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ ചൊവ്വാഴ്ച ആ ടൈമിൽ കറക്റ്റ് കൂടാൻ പറ്റില്ലെങ്കിലും ആ ആഴ്ചയിൽ തന്നെ എന്നും കൂടുമായിരുന്നു. അതുപോലെ എനിക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് കുടുംബ പ്രാർത്ഥനയിലാണെങ്കിൽ മുട്ടുകുത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിപ്പം എത്ര നേരം വേണമെങ്കിലും എനിക്ക് മുട്ടുകുത്തി നിൽക്കാനുള്ള ഒരു ശക്തി പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ചു. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ആഴ്ചയിൽ ബുധനാഴ്ച നൊവേനയ്ക്കും സൺഡേയിലെ കുർബാനയ്ക്ക് പോകുള്ളായിരുന്നു. ഇപ്പം എനിക്ക് കണ്ടിന്യൂസ് പോകാനുള്ള ഒരു പ്രേരണ എനിക്കുണ്ട്. ഞാനിപ്പം വന്നതേ ഉള്ളൂ, 1 മാസമേ ആയുള്ളൂ അബ്രോഡിൽ നിന്ന് വന്നിട്ട്. ഇത്രയും ചെയ്തു തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ലൂക്ക 18:27 പറയുന്നത് പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. മോശെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ജാൻസി എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ നമ്മുടെ ഈ മകൾ പങ്കുവച്ചത്. ഈ മകളുടെ ജീവിതത്തിൽ ഈശോ ചെയ്തു കൊടുത്ത വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി പറയാനാണ് ഈ മകളിവിടെ എത്തിയിരിക്കുന്നത്. കുവൈറ്റിൽ ആയിരുന്നപ്പോൾ തന്നെ വലിയ സംരക്ഷണത്തിൻ്റെ പാതകളെല്ലാം ഈ മകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചില സമയങ്ങളിൽ തോൽവികൾ നമ്മൾക്ക് അനുഗ്രഹമാണ് എന്നാണ് ഈ മകൾക്ക് പറയാനുള്ളത്. ഞാൻ പ്രോമെട്രി എക്സാം പാസ്സാകുമായിരുന്നെങ്കിൽ, എനിക്കതിന് ലൈസൻസ് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ കെട്ടിക്കിടക്കുമായിരുന്നു. എനിക്ക് അവിടെ നിന്നൊരു മോചനം ലഭിക്കുമായിരുന്നില്ല. തുച്ഛമായ ശമ്പളത്തിൽ എനിക്കവിടെ ജോലി കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമായിരുന്നു. അങ്ങനെ തോൽവികൾ എനിക്ക് അനുഗ്രഹമായി എന്നാണ് ജാൻസി ഇവിടെ ഏറ്റു പറയുന്നത്. യാക്കോബ് ഒരു മല്ലയുദ്ധം നടത്തുന്നതായി നാം ബൈബിളിൽ കാണുന്നുണ്ട്. ആ മല്ലയുദ്ധത്തിന് ശേഷം യാക്കോബ് ദൈവത്തോട് പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ കടന്നു പോകരുത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ യുദ്ധങ്ങളിലും നമുക്ക് ശാന്തരായിരിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ മോശയ്ക്ക് ദൈവം നൽകുന്നത്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ യുദ്ധ അവസരങ്ങളിലും കഷ്ടപ്പാടുകളിലും സങ്കടങ്ങളിലും നമ്മളോട് ശാന്തരായിരിക്കുവാൻ ഈ ഉടമ്പടി ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 39 വർഷമായിട്ട് ഇവർക്ക് വീട്ടിലേക്ക് നടക്കുവാനുള്ള വഴിയില്ലായിരുന്നു. അത് വളരെ ചെളിയും അതുപോലെ തന്നെ മറ്റ് അഴുക്ക് പിടിച്ച ഒരവസ്ഥയിലൂടെ ഇവർക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സങ്കടം ഇവിടെ വന്ന് ഉടമ്പടി നിയോഗമായി എഴുതി പ്രാർത്ഥിച്ചപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ഒരു വലിയ സങ്കടമാണ്, ജീവിതഭാരമാണ് ലഘൂകരിച്ചു കൊടുത്തത്. വളരെ പെട്ടെന്നായിരുന്നു. അവരെത്ര തന്നെ പഞ്ചായത്തുകളെയും ഓഫീസുകളെയും മറ്റുള്ളവരെയെല്ലാം സ്വാധീനിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരിശുദ്ധ അമ്മയെ സ്വാധീനിച്ചപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും കറക്റ്റ് ചെയ്ത് അനുദപിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ജാൻസിക്ക് ആ വീട്ടിലേക്കുള്ള വഴി തുറന്നു കൊടുത്തത് എന്ന് പറയുന്നു. കടലിൽ വഴിയൊരുക്കിയവൻ, ചെങ്കടലിനെ പകുത്തു കൊടുത്തവനെല്ലാം വഴിയും സത്യവും ജീവനുമായ ഈശോ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിത മാർഗങ്ങൾ കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളിലേക്കും നാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മകളുടെ ചെസ്റ്റിലുണ്ടായിരുന്ന 2 തടിപ്പുകൾ മകൾക്ക് എപ്പോഴും MRI ടെസ്റ്റിന് പോകുമ്പോഴുള്ള ഭയം മൂലം അവരതിനെ അവോയ്ഡ് ചെയ്യുകയും പിന്നെ ഇവർ പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന തൈലം പൂശി മാത്രമാണ് ആ തടിപ്പ് അവിടെ നിന്ന് കാണാതാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഏതൊരവസ്ഥയിലും ഏതൊരു രോഗത്തിലും ഏതൊരു ടെൻഷനിലും നമ്മൾ ഏതൊരു തരത്തിലുള്ള അസ്വസ്ഥതയിലായിരുന്നാലും
ഇവിടുത്തെ നേർച്ചസ്തുക്കളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ നമുക്ക് ആശീർവദിച്ച് തരുന്നതാണ്. ജോസഫച്ചൻ്റെ കൈവയ്പിലൂടെയും ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ ആശീർവാദങ്ങളിലൂടെയും നമുക്ക് സൗഖ്യവും സമാധാനവും ലഭിക്കുന്നത് നാം എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജാൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സങ്കടങ്ങളെയും ജീവിതാവസ്ഥകളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.